ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി ഒരു അടിപൊളി ബിരിയാണി കഴിച്ചു. അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു വീട്ടിൽ വന്നിട്ട് ഈ ബിരിയാണി നമ്മൾ എന്തായാലും ഉണ്ടാക്കി നോക്കുന്നത്. ഇന്നലെ ആ സെയിം ബിരിയാണി റൈസും അതേ വലുപ്പത്തിലുള്ള ചിക്കൻ പീസും മസാലയും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ബിരിയാണി വീട്ടിലുണ്ടാക്കി. പക്ഷേ ഹോട്ടലിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ 7 അയലത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി വന്നില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകൾക്കൊക്കെ അപാര ടേസ്റ്റും വീട്ടിൽ ആ സെയിം സംഭവം റിക്രിയേറ്റ് ചെയ്ത അതേ ടേസ്റ്റ് കിട്ടാത്ത അവസ്ഥയും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ പറയാറില്ലേ, നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ എന്തായാലും ഹോട്ടലിൽ തന്നെ പോകണം. അതെന്താ, ഹോട്ടലിലെ ഫുഡിൽ എന്തെങ്കിലും മാജിക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ടോ? അതോ ഹോട്ടലിലെ ഷെഫിന് നമുക്കാർക്കും പറഞ്ഞു തരാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് മസാലയോ ടിപ്സോ ഉണ്ടോ കുക്കിങ്ങിൽ? എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിലെ ഫുഡ് ഇത്ര ബോറിംഗ് ആയിട്ട് തോന്നുന്നത്? നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ ഹോട്ടലിൻ്റെ ആംബിയൻസ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്, ശരിയല്ലേ? നല്ല ഭംഗിയുള്ള ലൈറ്റിങ്ങും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ആ ഹോട്ടലിലെ AC-യും എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൂളാവാറുണ്ട്. അത് മാത്രമല്ല, നല്ല സ്മെല്ലും നമുക്ക് ഹോട്ടലിൽ കയറുമ്പോൾ വരാറുണ്ട്. ഇതിനൊക്കെ പുറമെ നമുക്കിനി പാത്രം കഴുകുന്ന ടെൻഷനോ കുക്കിംഗ് ചെയ്ത് വിളമ്പുന്ന ടെൻഷനോ ഒന്നും തന്നെ ഹോട്ടലിൽ പോകുമ്പോൾ ഇല്ല, ശരിയല്ലേ? അപ്പം നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ആ ഹോട്ടലിൻ്റെ ആംബിയൻസും നല്ല അടിപൊളി സ്മെല്ലുകളും ടെൻഷൻ ഫ്രീ മൊമെൻറ്റ്സും നമുക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ സ്പെസിഫിക് ഫുഡിൻ്റെ രുചി മാത്രമല്ല, ആ ഹോട്ടലിൻ്റെ ആംബിയൻസും അവിടെ നിന്ന് കിട്ടുന്ന സ്മെല്ലും നമ്മുടെ ടേസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് എത്തുന്ന സന്ദേശം ഇന്നെന്തോ സ്പെഷ്യലായി കഴിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനാൽ നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ടേസ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യും. ഹോട്ടലിൽ പോയി നമ്മൾ ഡെയിലി ഒന്നും ഫുഡ് കഴിക്കില്ലല്ലോ. എന്നാൽ പോകുന്ന സമയത്ത് മണി സ്പെൻഡ് ചെയ്ത് കഴിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ടേസ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. വൃത്തിയായിട്ടുള്ള ഫുഡ് ലഭിക്കണമെന്നായിരിക്കും നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ വീട്ടിലാകട്ടെ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഫുഡ് ലഭിക്കുന്നത്. ഫ്രീ ആയിട്ട് എന്ത് ലഭിച്ചാലും അതിന് അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു നോർമൽ കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് വീട്ടിലെ ഫുഡിന് ഫീൽ ചെയ്യാറില്ല. ഇനി ഇതിനൊരു പ്രാക്ടിക്കൽ വശം കൂടി ഉണ്ട് കേട്ടോ. ഹോട്ടലിലാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലിൻ്റെ യൂസേജും മസാലകളുടെ ഉപയോഗവും ഫ്രൈഡ് ഐറ്റംസും എല്ലാം തന്നെ കൂടുതലായിരിക്കും. വീട്ടിലാകട്ടെ നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഓയിലിൻ്റെ ഉപയോഗം കുറവ്, ഫ്രൈഡ് ഐറ്റംസ് അധികം ഉപയോഗിക്കാറില്ല. ഉപ്പും മസാലയും മുളകുമെല്ലാം അളവ് കുറച്ചിട്ടായിരിക്കും ചേർക്കുന്നുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാവിന് രുചി അല്പം കുറവായി തോന്നാം. നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മൾ പുറത്തുനിന്ന് സ്ഥിരമായി കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഷവർമ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും ഷവർമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി ഷവായ ആവട്ടെ ഗ്രിൽഡ് ചിക്കൻ ആകട്ടെ നോർമൽ കേസസിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാറുമില്ല. ഇനിയിപ്പോൾ വീട്ടിൽ നമ്മൾ സാധാരണയായി കുടിക്കുന്ന ചായയുടെ കാര്യം എടുത്താലും ഹോട്ടലിലെ ചായയുടെ ടേസ്റ്റൊന്നും വീട്ടിലെ ചായക്ക് കിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹോട്ടൽ ഫുഡിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ? ഹോംലി ഫുഡ് അത്ര ബോറിംഗ് ആണോ? ഒരിക്കലുമല്ല. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ലഭിക്കുന്ന ചില സിഗ്നൽസും നമുക്കുള്ള എക്സ്പെക്റ്റേഷൻസും നമ്മുടെ ചുറ്റും നിന്നും ലഭിക്കുന്ന സ്മെല്ലും ഓഫ് കോഴ്സ് അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും വീട്ടിലെ ഫുഡിനെ ഹോട്ടലിൻ്റെ ഫുഡിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നു. ഈ ഹോട്ടൽ ഫുഡ് വീട്ടിലെ ഭക്ഷണത്തേക്കാൾ ടേസ്റ്റിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലും നൈസായിട്ടുള്ള ആംബിയൻസും നമ്മുടെ ഭക്ഷണത്തെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ മെമ്മറീസും എല്ലാം കാരണമാണ്. പക്ഷേ വീട്ടിലാകട്ടെ കംഫർട്ടബിളും ഹെൽത്തിയറുമായിട്ടുള്ള ഭക്ഷണമാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് താഴെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കും. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ടിൽ ദെൻ
ബൈ.